മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ മഞ്ഞപ്പിത്ത ആശങ്ക. പോത്തുകല്ല് മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുകയാണ്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, നേരത്തെ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നും പോത്തുകല്ല്, ചാലിയാർ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് ആ പ്രദേശത്തൊരവസ്ഥ? മലപ്പുറം ജില്ലയുടെ മലയോര മേഖല എന്ന് പറയാൻ കഴിയുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂര്, വണ്ടൂർ മണ്ഡലങ്ങളിലെ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർ ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അവസ്ഥയുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമാണ് ഇവരെല്ലാം തന്നെ ചികിത്സയിലുള്ളത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് പൂർണ്ണമായും തടയാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായ ഒരു കാര്യം. ഇപ്പോഴും നിലവിലെ സാഹചര്യം ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പലയിടത്തും ഈ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിലാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ച് വേനൽ കടുത്ത ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയുടെ പല മേഖലകളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തുനിന്നും പലയിടത്തും കുടിവെള്ളം വാഹനങ്ങളിലും മറ്റും എത്തിച്ചു നൽകുന്നുണ്ട്. ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലകളിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് എന്നൊരു വാർത്ത കൂടിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മരണം സംഭവിച്ചിരുന്നു. ഇന്നലെ ഒരു 14 വയസ്സുകാരൻ, ഭിന്നശേഷിക്കാരനായ ഒരു 14 വയസ്സുകാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ മരിച്ചിരുന്നു. കൂടാതെ ഇന്നലെ മരിച്ച ഭിന്നശേഷിക്കാരനായ 14 വയസ്സുകാരൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലാണ്. സഹോദരൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇത്തരത്തിൽ മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിലമ്പൂർ, വണ്ടൂർ നിയോജക മണ്ഡലങ്ങളിലാണ് ഈ മഞ്ഞപ്പിത്ത ബാധ രൂക്ഷമായി ഇപ്പോൾ കാണപ്പെടുന്നത്. ലിബീഷ്, നിതിൻ, ആ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. എങ്കിലും ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് പൂർണ്ണമായും തടയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ജില്ലയിൽ എമ്പാടും ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകൾക്ക് പുറമെ ജില്ലയുടെ തീരപ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഈ മേഖലകളിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാനുള്ള മുൻകരുതലുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ മലയോര മേഖലകളുടെ സമാനമായ ഒരു സ്ഥിതിവിശേഷം തീരപ്രദേശങ്ങളിൽ ഇല്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ മലയോര മേഖലകൾ, അതായത് വണ്ടൂര്, കാളികാവ്, പോത്തുകല്ല്, ചോക്കോട്, നിലമ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് ജില്ലയുടെ മലയോര മേഖലകളിൽ. ഇവിടെയാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നതും ഈ പ്രദേശങ്ങളിലാണ് മഞ്ഞപ്പിത്തം തടയാൻ കഴിയാത്ത രൂപത്തിൽ പടർന്നു പിടിക്കുന്നതും മനുഷ്യജീവൻ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പലരുടെയും നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 14 വയസ്സുള്ള ഒരു ഭിന്നശേഷിക്കാരൻ മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചു മരിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ, ഈ 14 വയസ്സുകാരൻ്റെ സഹോദരൻ നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന തടയാനുള്ള പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ കാര്യക്ഷമമാകുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലിബീഷ്, നിതിൻ, ഈ വർഷം തുടക്കം മുതൽ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ മഞ്ഞപ്പിത്ത കേസുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ 3 മരണം സംഭവിച്ചിരിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ഈ മേഖലയിൽ ഫലപ്രദമാകുന്നില്ലേ? തീർച്ചയായും ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു കാര്യം, ഈ മരണം മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചാണ് ഈ 3 പേരും മരിച്ചത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മരിച്ച വ്യക്തിക്ക് നിലവിൽ കരൾ രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിനാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ കരളിനെ ബാധിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്നുണ്ടായ ഒരു മരണത്തിലേക്ക് പോകുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം മരിച്ച ഭിന്നശേഷിക്കാരനായ 14 വയസ്സുകാരനും മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് ഏകദേശം 1 മാസത്തോളമായി
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. ഈ മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചാണ് ആ മരണവും സംഭവിക്കുന്നത്. ഇത്തരത്തിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ മഞ്ഞപ്പിത്ത ബാധ പൂർണ്ണമായും തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജില്ലയുടെ മലയോര മേഖലകളിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും വണ്ടൂർ നിയോജക മണ്ഡലം, ഏറനാട് നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് അനുഭവിക്കുന്നത്. ഈ കുടിവെള്ളത്തിലൂടെയാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് എന്ന് അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിലാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത ബാധ പടരുന്നത് എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇവിടങ്ങളിൽ തുടരുക. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം NK കരീം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കരീം, ഈ മേഖലയിലെല്ലാം തന്നെ മഞ്ഞപ്പിത്ത ബാധ നേരത്തെ തന്നെ ഈ വർഷം തുടക്കം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വലിയ രീതിയിൽ വ്യാപകമായിരിക്കുന്നു. 3 മരണം ദൗർഭാഗ്യകരമായി സംഭവിച്ചിരിക്കുന്നു. അവിടെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും ഫലപ്രദമാകുന്നില്ലേ? ആരോഗ്യവകുപ്പിന്റെ പൊതുവെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമാകുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ആരോഗ്യവകുപ്പ് വേണ്ടത്ര രീതിയിൽ ഇടപെടുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി കാര്യക്ഷമമാകേണ്ടതുണ്ട്. മാത്രവുമല്ല, ജലജന്യ രോഗങ്ങൾ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും വറ്റുകയും അതോടൊപ്പം തന്നെ ജലത്തിലേക്ക് കൂടുതൽ മലിന വസ്തുക്കൾ കടന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്നത് എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ പ്രധാനമായി നമ്മുടെ ജലത്തിന്റെ ശുദ്ധീകരണം ഗൗരവതരമായി കാണേണ്ടതുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തന്നെ ചില സ്കൂളുകളിൽ അതിനാവശ്യമായ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് 3-4 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ വെള്ളം, കിണറ്റിലെ വെള്ളമാണെങ്കിലും അതുപോലെ തന്നെ കുടിവെള്ളം പരിശോധിച്ച് അതിന്റെ ശുദ്ധി ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്തുകളും അതിന്റെ ഗൗരവത്തോടു കൂടി എടുത്തുകൊണ്ട് ആരോഗ്യ വകുപ്പിനെയും മറ്റും അതിൽ ഇൻവോൾവ്ഡ് ആക്കി എല്ലാവരുടെയും പൊതുജനത്തിന്റെയും ഒക്കെ സമൂഹത്തിന്റെയും ഒക്കെ പങ്കാളിത്തത്തോടു കൂടി ഈ ഒരു ക്രൈസിസിനെ നേരിടേണ്ടതാണ് എന്നാണ് എന്റെ പക്ഷം. അതല്ലാതെ ഒരു പക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതല്ല ശരി. നാം എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഇത്തരം ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടക്കണം. അതുപോലെ തന്നെ ജലശുദ്ധീകരണം ഒരു ഭാഗത്ത് നടക്കണം. ആരോഗ്യ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കണം. എല്ലാവരെയും കൂട്ടായ പ്രവർത്തനമാണ് ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് സാധ്യത ഉണ്ടാക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ജില്ലാ പഞ്ചായത്തും അതിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ കരീം, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സന്ദർഭം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. നമുക്കറിയാം, ഈ വേനൽ കടുത്തതോടെ പലയിടങ്ങളിലും രൂക്ഷമായ കുടിവെള്ള ക്ഷാമമുണ്ട്. ജനങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള നടപടികൾ എങ്ങനെ ഫലപ്രദമായി നടക്കുന്നു? ത്രിതല പഞ്ചായത്തുകൾ, താഴെ പഞ്ചായത്തുള്ള ഗ്രാമപഞ്ചായത്തുകൾക്കാണ് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ വളരെ കാര്യക്ഷമമായി നടപ്പാക്കാൻ വേണ്ടി സാധിക്കുക. അത് അവരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്നാണ് എന്റെ പക്ഷം. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടവും ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ ഒരു പെർമിസീവ് സാങ്ഷൻ പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ പണം ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പെർമിസീവ് സാങ്ഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതി രേഖകളിൽ ചിലപ്പോൾ ഇത്തരം വിഷയങ്ങളെ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ പോകാറുണ്ട്. എന്നാൽ ഇത്തരം ക്രൈസിസുകൾ ഉണ്ടാകുമ്പോൾ ആ ക്രൈസിസിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും പ്ലാനിംഗ് ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് അത് ഇടപെടാൻ വേണ്ടി സാധിക്കുക. ഇത് ബഹുമാനപ്പെട്ട പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായി ഞങ്ങൾ സംസാരിക്കും. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് ത്രിതല പഞ്ചായത്തുകളിൽ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് അതിനാവശ്യമായ ഫണ്ട് നൽകുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ ഉണ്ടാകണം എന്നാണ് എന്റെ അഭിപ്രായം. ഒറ്റ കാര്യം കൂടി ശ്രീ കരീം, ഇപ്പോൾ നിലവിൽ രോഗബാധിതരായവർക്കൊക്കെ കൃത്യമായ ഒരു ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഒന്നുകൂടി പരിശോധിക്കേണ്ടത് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലും അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലുകളൊക്കെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് DMOയോടും അതുപോലെ തന്നെ ജില്ലാ ഹോസ്പിറ്റലുകളോടും ഒക്കെ ആവശ്യപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാകും. അതിനും തന്നെ ഞാൻ പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയുടെ ഭരണകൂടത്തിലെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ അത് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി സൂപ്രണ്ടുമാരെയും ഒക്കെ വിളിച്ച് ഇക്കാര്യം ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെടും. പ്രസിഡന്റുമായി ഞാൻ ഇപ്പോൾ തന്നെ സംസാരിക്കും. നന്ദി ശ്രീ കരീം. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ NA കരീമാണ് സംസാരിച്ചത്. മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ പടർന്നു പിടിക്കുന്ന
മഞ്ഞപ്പിത്തം തടയാൻ കാര്യക്ഷമമായ ഇടപെടൽ, എല്ലാവരും ഒരുമിച്ച് നിന്നുള്ള ഇടപെടൽ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ സഹായത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ മേഖലയിൽ നടത്തി വരികയാണ്. ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ വേണ്ട രീതിയിൽ എടുക്കാൻ ജനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ശുദ്ധജല വിതരണത്തിനുള്ള കാര്യക്ഷമമായ സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി ജില്ലാ പഞ്ചായത്ത് അംഗം പറയുന്നു. നിതിൻ തുടരുന്നുണ്ട്. നിതിൻ, നേരത്തെ തന്നെ ഈ മേഖലയിലുണ്ടായ മഞ്ഞപ്പിത്ത ബാധ തടയുന്നതിന് കാര്യക്ഷമമായ ഇടപെടൽ നടത്തി വരുന്നു എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് അംഗം സൂചിപ്പിക്കുന്നത്. ഈ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിന് എന്തൊക്കെ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ, അതായത് ഈ വഴിയോരങ്ങളിലുള്ള ശീതളപാനീയ വിൽപ്പനയ്ക്കടക്കമുള്ള നിയന്ത്രണങ്ങൾ നേരത്തെ അവിടെ പ്രഖ്യാപിച്ചിരുന്നു. ജനങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ ഇടപെടൽ ആ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും ലിബീഷ്, ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ വേനൽ കടുത്തതോടെ ശക്തമായ നിയന്ത്രണങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി നോമ്പുകാലങ്ങളിൽ നമുക്കറിയാം മലബാറിൻ്റെ മേഖലകളിലെല്ലാം തന്നെ ചെറിയ ചെറിയ കടകളിൽ ഈ ഐസ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി വിൽക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ മേഖലകളിൽ വണ്ടൂർ, നിലമ്പൂർ മേഖലകളിൽ ഇതിനെല്ലാം തന്നെ കൃത്യമായ നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഐസ് വിൽപ്പനയ്ക്ക് ഉൾപ്പെടെ കൃത്യമായ നിരോധനം ഈ മേഖലകളിൽ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കാരണം ഈ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് തടയുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത്തരം നടപടികൾ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ വീടുകളിലെ കിണറുകൾ വ്യാപകമായി വറ്റിവരളുന്ന ഒരു സാഹചര്യവും ജില്ലയിൽ ഉണ്ടായി. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഈ മഞ്ഞപ്പിത്തം ബാധ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഇത്തരത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തുനിന്നും പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നും ഈ വെള്ളം ലോറികളിലും മറ്റും വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ രൂക്ഷമായ വരൾച്ച അനുഭവിക്കുന്ന മേഖലകളിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും, ഇത്തരത്തിൽ വെള്ളത്തിലൂടെ ഈ വിതരണം ചെയ്ത വെള്ളത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത ബാധ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി ഉണ്ടായിട്ടുള്ളത്. ഇതിനെ പ്രതിരോധിക്കുന്നതിൽ പ്രാദേശിക ഭരണകൂടം നേരത്തെ എന്നെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും ഇതിനെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നും കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ സ്ഥിതി ഇനിയും രൂക്ഷമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വേനൽ കടുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൃത്യമായി കുടിവെള്ളം വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയും കൃത്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും മലപ്പുറം ജില്ലയുടെ മലയോര മേഖല കടക്കാൻ പോകുന്നത് എന്ന് തന്നെ നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ലിബീഷ്, നിതിൻ, ഇപ്പോൾ ആ മേഖലയിൽ നിലവിൽ എത്ര പേർ ചികിത്സയിലുണ്ട്? അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുകൂടി. നിലവിൽ ഈ പല പഞ്ചായത്തുകളിലായി നിരവധി ആളുകൾ ചികിത്സയിലുണ്ട്. നമുക്ക് കൃത്യമായൊരു എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചോക്കോട് പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ പോത്തുകൽ പഞ്ചായത്തിലടക്കം 100-ലധികം ആളുകൾ ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച് വിവിധയിടങ്ങളിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം മരിച്ച ഈ 14 വയസ്സുകാരൻ്റെ സഹോദരൻ്റെ നില അതീവ ഗുരുതരമായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അതീവ ഗുരുതരമായി ചികിത്സയിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയത്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോഴും ചികിത്സയിലുണ്ട്. കൃത്യമായൊരു എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകൾക്ക് പുറമെ മഞ്ഞപ്പിത്തം ബാധിച്ച് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തി ചികിത്സയിൽ തുടരുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകൾ 200-ൽ പരം ആളുകൾക്ക് കഴിഞ്ഞ ആഴ്ച മഞ്ഞപ്പിത്തം ഒരു പഞ്ചായത്തിലെ ഒരു പ്രദേശത്ത് മാത്രം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ പലരും രോഗമുക്തി നേടിയിട്ടുണ്ട്. എങ്കിലും ആ പ്രദേശങ്ങളിലെല്ലാം ഉള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോഴും വളരെ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. കാരണം ഞാൻ നേരത്തെ എല്ലാം തന്നെ പറഞ്ഞതുപോലെ ഈ കുടിവെള്ള ക്ഷാമം തന്നെയാണ് ജലജന്യ രോഗം പടർന്നു പിടിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെ വേനൽ കടുത്ത ഒരു സാഹചര്യത്തിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും അല്ലെങ്കിൽ എങ്ങനെ ഈ രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിലെമ്പാടും ഇപ്പോഴും തുടരുകയാണ്. മലയോര മേഖലകൾക്ക് പുറമെ ഇപ്പോൾ സക്കീർ ചോക്കോട് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സക്കീർ, ഈ മേഖലയിലെല്ലാം തന്നെ ഇങ്ങനെ മഞ്ഞപ്പിത്ത ബാധ പടർന്നു പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നടത്തുന്നുണ്ട്? പഞ്ചായത്ത് നിലവിൽ ഇത്തരത്തിൽ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശത്ത് പ്രത്യേകം ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ആളുകൾക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ കിണർ ശുചീകരണം എന്ന് പറഞ്ഞാൽ ക്ലോറിനേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്തിൽ വന്ന റിപ്പോർട്ടുകളും പുറത്തുനിന്ന് വന്നതാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ടും. സക്കീർ, ഇപ്പോൾ ആ പഞ്ചായത്തിൽ എത്ര പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്? അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഇപ്പോ നിലവിലെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു. ഒരു ഭിന്നശേഷി കുട്ടിയായിരുന്നു. പറഞ്ഞോളൂ, കേൾക്കാം. ഇപ്പൊ നിലവിൽ എത്ര പേർക്ക് രോഗബാധ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ സമയത്താ? അതെ, ഈ സമയത്ത് ഏകദേശം ഒരു 10-40 പേർക്ക് ഇപ്പൊ നിലവിൽ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് പേർക്ക് ഉണ്ടായി മാറ്റം വന്നിരുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് സ്പ്രെഡായി കാര്യങ്ങള്. അത് പുറത്തുനിന്ന് വന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയത്. ഇപ്പൊ കല്യാണത്തിന് പുറത്ത് പോയത്, അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത്. ഓക്കെ സക്കീർ, ഇത് ഒരു ജലജന്യ രോഗമാണ്. സ്വാഭാവികമായിട്ടും വേനൽ കടുത്തതോടെ പല മേഖലകളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണുള്ളത്. ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എന്തൊക്കെ നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്? പഞ്ചായത്ത് പ്രാദേശിക തലങ്ങളിൽ ഇപ്പൊ കുടിവെള്ളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം ഉണ്ടായതുകൊണ്ട് കുറച്ച് ബാധിച്ചിരുന്നു. കളക്ടറേറ്റ് നമ്മൾ അപേക്ഷയും കാര്യങ്ങളും. അപ്പോ ഇതിന്റെ ഇടയിൽ പഞ്ചായത്തിനെ വരൾച്ചാബാധിത മേഖലയായി പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ചെറിയ സാങ്കേതിക തടസ്സം വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ വഴിയോരങ്ങളിലെ ശീതളപാനീയ വിൽപ്പനയൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അക്കാര്യത്തിലൊക്കെ എന്തൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ട്? നമ്മളെ ഇവരോട് ഇപ്പൊ വഴിവരത്ത് അധികം ചോക്കാട് പഞ്ചായത്തിന്റെ പ്രദേശത്ത് അധികം മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യണ പോലത്തെ ഒന്നും കാണുന്നില്ല. 2 സ്ഥലങ്ങളിൽ ഇത്തരം കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അവരോട് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂൾ ബാറുകള്, ഹോട്ടലുകള്, ഇവർക്കെല്ലാം നിർദ്ദേശം കൊടുത്തതാണ്. ശരി, സക്കീർ, ചോക്കാട് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സക്കീറാണ് വിശദീകരിച്ചത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായ നടപടികൾ ആ പ്രദേശത്ത് നടത്തിവരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നാൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നെന്ന് കൂടി സക്കീർ പറയുന്നു. നിതിൻ തുടരുന്നുണ്ട്. നിതിൻ, നേരത്തെ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന രോഗബാധ തടയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ കഴിയുക. ജലശുദ്ധീകരണം, ഒപ്പം തന്നെ കുടിവെള്ളം എത്തിക്കുക, ഈ മലിനജലം തടയുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുക തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. അവരുടെ പ്രവർത്തനം എങ്ങനെയുണ്ട് ആ മേഖലയിൽ? തീർച്ചയായും ലിബീഷ്, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഇവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയൂ. നേരത്തെ ചോക്കാട് പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സക്കീർ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് ചില പ്രതിസന്ധികൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിൽ അടക്കം കൃത്യമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളിൽ പല സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആണ് ഇത്തരത്തിൽ കുടിവെള്ള വിതരണം നടത്തിയത്. വേനൽ രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടതും. ഈ കുടിവെള്ള വിതരണത്തിൽ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഈ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം മഞ്ഞപ്പിത്തം ഒരു ജലജന്യ രോഗമാണ്. ഈ വെള്ളത്തിലൂടെയാണ് ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത്. ഇത്തരത്തിൽ വിതരണം ചെയ്ത കുടിവെള്ളത്തിലൂടെയാണ് ഒരുപക്ഷെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് സംബന്ധിച്ച വിശദമായ പഠനത്തിന് വിധേയമാക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ നടന്നു വരുന്നുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും ഫലവത്താവുന്നില്ല അല്ലെങ്കിൽ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നതാണ് ദിനംപ്രതി കൂടി വരുന്ന മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ നേരത്തെ സക്കീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിൻ്റെ ഭാഗമായി പ്രദേശത്തെ കൂൾബാറുകൾക്കും ഹോട്ടലുകൾക്കും ഈ തെരുവ് കച്ചവടങ്ങൾക്കുമെല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. ഈ ശീതളപാനീയങ്ങൾ വിൽക്കുന്ന കടകളിൽ ഉൾപ്പെടെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹെൽത്ത് ആരോഗ്യ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാം തന്നെ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. എങ്കിലും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പൂർണ്ണമായും ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ഈ പ്രദേശങ്ങൾ പോകുമോ എന്നൊരു ആശങ്ക പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട്. നേരത്തെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പലയിടങ്ങളിലും കൃത്യമായി ഇത് പൂർണ്ണമായി തടയാൻ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് പൂർണ്ണമായി തടയാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് ജനങ്ങളെ ഏറ്റവും ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യവും.
എന്തായാലും പ്രാദേശിക ഭരണകൂടങ്ങൾ കൃത്യമായി ഇടപെട്ട് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ വിപത്തിലേക്കായിരിക്കും മലപ്പുറം ജില്ലയിലെ ഈ പ്രദേശങ്ങൾ പോവുക. എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ജില്ലയുടെ മലയോര മേഖലകൾ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ വലിയ ഒരു ആശങ്കയും ജനങ്ങൾക്കുണ്ട്. ഈ ആശങ്കയെല്ലാം തന്നെ ദൂരീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെയും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തെ കിണറുകളെല്ലാം തന്നെ ക്ലോറിനേറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കൂടാതെ ശീതളപാനീയങ്ങൾ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന കടകളിൽ കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവിടങ്ങളെല്ലാം തന്നെ പരിശോധന നടത്തുന്നത് തന്നെയാണ് ഒരുപക്ഷെ ഇത് വലിയ ഒരു വിപത്തിലേക്ക് ജില്ല പോകാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലിബീഷ്. ശരി നിതിൻ, മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്. പ്രത്യേകിച്ച് പോത്തുകല്ല്, ചാലിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് സ്ഥിതി രൂക്ഷമായിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെയും ഒപ്പം തന്നെ മറ്റ് പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജനപ്രതിനിധികളും ഒപ്പം തന്നെ നിതിൻ പ്രഭാകരൻ അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ. ഇനി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.